കൊല്ലത്ത് രാജ്കുമാർ കൂടി ചേരുകയാണ്. ഏറ്റവും ആവേശകരമായ മറ്റൊരു മണ്ഡലം കൂടിയാണ് കൊല്ലം എന്ന് പറയുന്നത്. കൊല്ലത്തിന്റെ ഈ രാജ്കുമാർ, ഈ ഏറ്റവും അവസാന മൊമെന്റിൽ കൊല്ലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയാണ്, ഈ കൊട്ടിക്കലാശം എത്രമാത്രം ആവേശമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്? ഇപ്പോൾ അതായത് ഞാൻ ഈ നിൽക്കുന്നത് ചിന്നക്കടയാണ്. ഈ ചിന്നക്കടയിലേക്കാണ് കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടായി ഞാൻ കാണുന്നതാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ചിന്നക്കടയിലേക്കാണ് ഏറ്റവും ഒടുവിൽ ഈ 3 മുന്നണിയിൽപ്പെട്ട ഈ സ്ഥാനാർത്ഥികളും അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകരും ഒരു ആവേശത്തോടെ വരിക. ഇവിടെ ഇപ്പോൾ ആരും ഇതുവരെ വന്നിട്ടില്ല. എല്ലാ സ്ഥാനാർത്ഥികളും അവരവരുടെ പോയിന്റുകളിൽ നിന്നുള്ള റോഡ് ഷോ ആരംഭിക്കുന്നതേ ഉള്ളൂ. സാധാരണഗതിയിൽ എപ്പോഴും കൊല്ലത്ത് വളരെ വൈകിയാണ് ഇവരെല്ലാം എത്താറ്. ഇക്കുറിയും അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത. മുകേഷ് റോഡ് ഷോ നടത്തുന്നത് BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഇവിടെ ബസ് സ്റ്റാൻഡ് ആയിരിക്കും, ഉറപ്പായിട്ടും അങ്ങനെ ആയിരിക്കും. കാര്യം ഇവിടെ വന്ന് ഈ ഷോ കാണിക്കുന്നതല്ല. മുകേഷും ഉൾപ്പെടെയുള്ള ഇടതുമുന്നണി ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ള മുന്നണിയിൽ സ്ഥാനാർത്ഥികളും ചിന്തിക്കുന്നത് ആ സമയം കൊണ്ട് പരമാവധി വോട്ടർമാരെ കാണുക എന്നുള്ളതാണ്. ഇവിടെ വരുമ്പോൾ ഒരു ഷോയും ബഹളത്തിൽ കലാശിക്കുമ്പോൾ ആർക്കും പറയുന്നതും ആരും കേൾക്കുക പോലുമില്ല. അതുകൊണ്ട് തങ്ങൾ റോഡ് ഷോ നടത്തി പരമാവധി, പ്രത്യേകിച്ച് മുകേഷ് തീരമേഖലയിൽ കേരളത്തിൻ്റെ സൈന്യം അവരെ കണ്ട് വോട്ട് ചോദിച്ചുകൊണ്ടാണ് റോഡ് ഷോ ആയിട്ട് അല്പസമയത്തിനകം അവിടെ നിന്ന് തങ്കശ്ശേരിയിൽ നിന്ന് പുറപ്പെടുന്നത്. തീരമേഖല റോഡ് ഷോ നടത്തി അവർ നേരെ ഈ ചിന്നക്കടയിലേക്ക് എത്തിച്ചേരും. പോലീസ് 3 മുന്നണിക്കും പ്രത്യേക റോഡുകൾ തരംതിരിച്ച് കൊടുത്തിട്ടുണ്ട്. ആ റോഡുകൾ വഴി വരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സംഘർഷം ഒഴിവാക്കാനും അല്ലെങ്കിൽ അതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് ഇലക്ഷൻ കമ്മീഷനുമായി ഈ കൊല്ലം ചിന്നക്കടയിലേക്ക് അവർ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് രാവിലെ മുകേഷ്, അതായത് അദ്ദേഹം ആദ്യം ഇന്ന് പോയത് തില്ലേരിയുള്ള പാതേപിദ്രിയോ ദേവാലയത്തിലായിരുന്നു. അവിടെയുള്ള സന്യാസി, കപ്പൂച്ചിൻ സന്യാസികളെ കാണുകയും അവരെ കണ്ട് അനുഗ്രഹം വാങ്ങി അവരോട് വോട്ട് അഭ്യർത്ഥിച്ചു. അതിനുശേഷം അദ്ദേഹം നേരെ പോയത് അവിടെ തന്നെയുള്ള ഒരു കുടുംബ സംഗമത്തിലായിരുന്നു. ആ കുടുംബ സംഗമത്തിൻ്റെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിച്ചു. അതിനുശേഷം അദ്ദേഹം തീരമേഖലയിലൂടെ തന്നെ വീണ്ടും യാത്ര ചെയ്ത് സുനാമി കോളനിയിലെ ആളുകളെ പുനരധിവസിപ്പിച്ചിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി അവിടെ അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു. ഇപ്പോഴും അത് തുടരുകയാണ്. അതേസമയം പ്രേമചന്ദ്രൻ റോഡ് ഷോ ആയി വിവിധ മണ്ഡലങ്ങൾ ചുറ്റുന്നു. കൃഷ്ണകുമാറും അതുപോലെ റോഡ് ഷോ ആയി വിവിധ മണ്ഡലങ്ങൾ ഇപ്പോൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ന് രാവിലെ ഈ സ്ഥാനാർത്ഥികളൊക്കെ ചെയ്തത്. മനു, തീർച്ചയായും ഒരുപക്ഷെ സംസ്ഥാനത്ത് ഏറ്റവും ഗ്ലാമർ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണല്ലോ രാജ്കുമാർ. ഈ കഴിഞ്ഞ 45 ദിവസത്തെ പ്രചരണം നോക്കുകയാണെങ്കിൽ തുടക്കം മുതൽ ഇന്ന് ഈ കൊട്ടിക്കലാശം വരെ എത്തുമ്പോൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ, ആദ്യത്തെ കാലാവസ്ഥയിൽ നിന്ന് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റമുണ്ടോ? ഇതിനോടൊപ്പം സഞ്ചരിച്ചപ്പോൾ തോന്നിയത് എന്താണ്? ഇഞ്ചോടിഞ്ച് പോരാട്ടം, അത് അക്ഷരാർത്ഥത്തിൽ നമുക്കത് പറയാൻ പറ്റും. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ആര് ജയിക്കുമെന്ന് പോലും പറയാൻ കഴിയാത്ത വിധം ഇരുമുന്നണികളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഒന്നും പുറമേ നിൽക്കുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ഇതിലെ സൈലന്റ് വോട്ടുകളാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.